ഞാൻ വീട്ടിൽ പോയി, ബാംഗ്ലൂരിൽ ചെന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ എന്ന് അഭിഷേകം പ്രാപിക്കും അന്ന് മുതൽ അത്ഭുതം ആരംഭിക്കും. അപ്പോൾ ഒരുത്തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന എന്നാ? അഭിഷേകം പ്രാപിക്കുന്ന അന്ന് മുതലാണ്. അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ടോ അവരോട് പറയട്ടെ, എന്ന് നീ അന്യഭാഷയോടെ അഭിഷേകം പ്രാപിച്ചോ അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ അഭിഷേകം പ്രാപിക്കാൻ 1 കൊല്ലം പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല. ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇന്ന് എനിക്ക് അന്യഭാഷ തന്നില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ അഭിഷേകത്തിന് വേണ്ടി ഇരിക്കില്ല. മനസ്സിലായോ? എന്നിട്ട് ഞാൻ, കർത്താവേ സ്വോത്രം സ്വോത്രം, അന്നും അഭിഷേകം പ്രാപിച്ചില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, തമാശക്ക് പറഞ്ഞതാണ്, എനിക്ക് നാളെയെങ്കിലും തരണേ, വേറെ നിവൃത്തിയില്ല എന്നിട്ട് കർത്താവിനെ ഭീഷണിപ്പെടുത്തി നോക്കി, അഭിഷേകം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നൊരു പാസ്റ്റർ വന്നിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടി ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ആയിരിക്കുന്ന പൊക്കമുള്ളവൻ നീ തന്നെ, നീ കൈവക്ക്, നീ തന്നെ എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. എന്നെ എഴുന്നേൽപ്പിച്ചു. നീ എറണാകുളം ജില്ലയിലുള്ളവനാണ്, കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവനാണ്, നിന്റെ കുടുംബം മുഴുവൻ ശാപത്തിന്റെ കീഴെയാണ്. നീ എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമോ അന്ന് നിന്റെ വീടിന്റെ വിടുതല. ആ പാസ്റ്റർ അന്ന് രാത്രി ബാംഗ്ലൂർ ചർച്ചിൽ, എമേവറീസ് പാസ്റ്റർ ചർച്ചിൽ ഗസ്റ്റായിട്ട് വന്നതാണ്. അന്ന് രാത്രി പാസ്റ്ററിന്റെ മുറിയുടെ ഇപ്പുറത്തെ മുറി പാർക്ക് ചെയ്യാണ്. പാസ്റ്ററിന്റെ വീടിന്റെ മതിൽ ഞാൻ ചാടി രാത്രി 12 മണിക്ക്. ഈ ഗസ്റ്റായിട്ട് കിടക്കുന്ന ദൈവദാസന്റെ കഥകയിൽ ഞാൻ മുട്ടി. അങ്ങേരും പേടിച്ചു പോയി. 12 മണിക്കാണ്. ആരാ? ഞാൻ പറഞ്ഞു, ഈ ചർച്ചിൽ ഒരു വിശ്വാസിയാണ്. എന്തിനു വന്നതാ? അഭിഷേകം പ്രാപിക്കാൻ. 12 മണിക്കോ? ആ, പകലെന്ന് നേരെയില്ലേ? ഇല്ല, ഞാനൊരു ജോലിക്കാരനാ. പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞു, കത്തോലിക്കനാണ്. അത് ഞാനാ. ജനല് തുറന്നു. പാസ്റ്റർ, പള്ളി വരെ ഒന്ന് വരുമോ? പള്ളി അടച്ചിട്ടിരിക്കണം. സാരമില്ല, സിമെന്റ് ഇട്ടിരിക്കുന്നൊരു മുറിയില്ലേ, അങ്ങോട്ട് ഇരുന്നാൽ മതി. 10-15 ആൾക്ക് സിമെന്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, അവിടെ ഇരിക്കാൻ. പാസ്റ്റർ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞ ദൂതായതുകൊണ്ട് അടുത്ത് വന്നു എന്നോട് പറഞ്ഞു, നീ ഒരു വലിയ ദൈവദാസനാകും. നീ അഭിഷേകം പ്രാപിക്കാതിരിക്കാൻ ഒരു പൈശാചിക ശക്തി നിന്നെ തടയുന്നുണ്ട്. ഞാനതിനെ ബ്രേക്ക് ചെയ്യും, നീ അഭിഷേകം പ്രാപിക്കും. ഞാൻ എങ്ങനെ ഇരുന്ന്, കർത്താവേ എൻ്റെ എല്ലാ കുറവുകളും ക്ഷമിക്കണേ, എനിക്ക് ഈ അഭിഷേകം തരണേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈ ആത്മാവിൻ്റെ ശക്തിയോടെ എനിക്കൊന്ന് പോകണം കർത്താവേ. ആ പാസ്റ്റർ ആ പൈശാചിക ശക്തിയെ ശാസിക്കലും എന്തൊക്കെ ഭാഷ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ ആ മുറിയിലിരുന്ന് കറങ്ങി ഒരു 5-6 മണിക്കൂർ. നേരം വെളുത്ത്, പാസ്റ്റർ പണ്ടേ പോയി. നേരം വെളുത്തപ്പോൾ ഞാൻ ആ ചർച്ചിൻ്റെ ബാത്റൂമിൽ ചെന്നപ്പോൾ ആ സിമെന്റ് എല്ലാം കൂടി എൻ്റെ മൂക്കിലും തലയിലൊക്കെ പിടിച്ചിട്ട് ഒരു സിമെന്റ് കുരു പോലെ ഇരിക്കുകയാണ്. അത് കഴുകി കളഞ്ഞു പോയി, പക്ഷെ അഭിഷേകം പോയില്ല. അന്ന് മുതൽ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച് ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് രാത്രി എൻ്റെ അമ്മ പറഞ്ഞെടാ, നിങ്ങളൊക്കെ എന്തോ പെന്തിക്കോസുകാർക്ക് അലവില പറയില്ലേ, എന്തോ ഭാഷ ഒന്ന് പറയടാ. ഞാൻ പറഞ്ഞു, അമ്മച്ചി അതെങ്ങനെ പറയാനാ? അപ്പം എനിക്ക് ആകെ ഒരു ഭാഷയുള്ളു, അന്യഭാഷ, ദുഗലക്ഷസ്യ. അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ദുഗലക്ഷസ്യ. അപ്പം എൻ്റെ ചേട്ടൻ കള്ളു കുടിച്ച് ഇങ്ങനെ ആടി ഫിറ്റായിട്ട് നടക്കുകയാണ്. അപ്പം ഞാനന്ന് പകല് ഐലൻഡ് എക്സ്പ്രസ്സിൽ ആലുവയിൽ വന്നിറങ്ങി ബസ്സിൽ കയറി വീട്ടിൽ വന്നപ്പോൾ മുതൽ ഞാൻ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം ആറ്റുനോറ്റ് കിട്ടിയ ഭാഷയാണ്, അത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ദുഗലക്ഷസ്യ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനത് കേട്ടു. അപ്പോൾ അവനെ അടിച്ച് ഫിറ്റായിട്ട്, ദുഗലക്ഷസ്യ ഇവിടെ വാടാ. അപ്പം ഞാൻ ചെല്ലുകയാണ്. വേഗം ചെന്നില്ലെങ്കിൽ അതിന് വേറെ ചീത്ത വിളിക്കും. സകല ഭാഷയിൽ അവൻ എന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ട് കാരണം ബോധമില്ല അവന്. എന്നെ അടുത്ത് ഇങ്ങനെ കയറി പിടിച്ചിട്ട്, നിന്റെ പെന്തിക്കോസ് ഞാൻ ഒതുക്കുന്നുണ്ടടാ, ദുഗലക്ഷസ്യേ, പൊയ്ക്കോ. അപ്പം ഞാൻ പോയി. പിന്നെ ദുഗലക്ഷസ്യ ഇവിടെ വാടാ. ഞാൻ പിന്നെയും ചെല്ലുകയാണ്. ഇതായിരുന്നു പകല് മുഴുവനും. അന്ന് രാത്രി എൻ്റെ അമ്മ പറഞ്ഞേടാ, നീ എന്തോ പറയുന്നുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അമ്മ അത് എല്ലാവരും കേൾക്കാൻ പറയാനുള്ളത്, ദൈവത്തോട് പറയുന്ന കാര്യമാണ്, എന്നാലും പറയാമോ? ഞാൻ പറയാം, അമ്മച്ചി പ്രാർത്ഥിക്കട്ടെ. എന്ന് പറഞ്ഞു. ഞാൻ യേശുവേ എന്ന് വിളിക്കില്ല. എൻ്റെ അമ്മ ഒരു അലർച്ചയാണ്. അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കരുത്.
നീ പ്രാർത്ഥിച്ചപ്പോൾ 2 കറുത്ത രൂപങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്, നീ ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചാൽ ഈ വീട്ടിൽ പിശാചുക്കൾക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 18 വർഷമായിട്ടിരിക്കുന്ന ചില സേവകളുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് 18 വർഷമായിട്ട് രക്തസ്രാവം. ഞാൻ പ്രാർത്ഥിച്ച് ചുരുക്കി പറയാം, വിവരിക്കുന്നില്ല. ഞാൻ അമ്മയുടെ തലയിലോട്ട് കൈവച്ചു. അമ്മ മലനടിച്ചു വീണു. 16 ഭൂതങ്ങൾ വിട്ടുപോയി. 18 വർഷം പഴക്കമുള്ള രക്തസ്രാവം സൗഖ്യം. ഹല്ലേലൂയ. അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പൻ സൗഖ്യമായി. നേരം വെളുത്തപ്പോൾ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യമായി. എടാ, മയക്കുമരുന്നും മദ്യപാനമൊക്കെ സൗഖ്യമോ? വെറുതെ തലേ കൈ വെച്ചാൽ മതി, സൗഖ്യമാവും. പിന്നെ കൗൺസിലിംഗ് ഒന്നും കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. എന്താ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വിശേഷം? എന്താ പേര്? കറിയാച്ചൻ. എത്ര വയസ്സായി? 47. എത്ര ആളായി കുടിച്ചിട്ട്? എത്ര ലിറ്റർ കുടിച്ചു? ഇതെല്ലാം ചോദിച്ചിട്ടല്ലോ ഭാപിശാശ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പോകും. അല്ലാതെ നമുക്ക് തന്നെ നമ്മുടെ കൗൺസിലിംഗ് കൊണ്ട് ആരും നന്നാകാനോ? പിന്നെ നമുക്ക് എഴുതി വെക്കാം, കൗൺസിലിംഗ് ധ്യാനം എന്നൊക്കെ എഴുതി വെക്കാം. എന്നാലും സർക്കാരിന് അതേ മനസ്സിലാകും. ശാസിക്കുന്നു എന്നൊന്നും സർക്കാരിൻ്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ ഭൂതങ്ങളെ ശാസിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പോലീസ് പറയും ഭൂതങ്ങളെ ശാസിക്കുന്നത്. അവർക്ക് തമാശ തോന്നും. അതുകൊണ്ട് കൗൺസിലിംഗ്. എന്താ നിന്റെ ജോലി? പല രാജ്യത്ത് പോകുന്നുണ്ടല്ലോ ചോദിച്ചാൽ കൗൺസിലിംഗ് ആണ്. ആരെ? പിശാചിനെയോ? ആരെയല്ല. പിന്നെ വെറുതെ പേരിന് പറയുന്നതാണ്. കൃപയില്ലെങ്കിൽ കൗൺസിലിംഗ് കൊണ്ടൊന്നും ഒരു ഗുണമില്ല. അടുത്തിരിക്കുന്നവരോട് പറയും കൃപയില്ലെങ്കിൽ ഒരു ഗുണമില്ലെന്ന്. ഭയങ്കര സർട്ടിഫിക്കറ്റുമായിട്ടിരിക്കുകയാണ് കുറേ പേര്. സർട്ടിഫിക്കറ്റ് തലയിൽ വെച്ചാൽ ഭൂതം പോകും. ഞങ്ങളുടെ ചർച്ചിലൊരു അച്ചായൻ ഭൂതം ഇളകിയപ്പോൾ ബൈബിൾ എടുത്ത ഒരു അമ്മാമ്മയുടെ തലക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തു, വിട്ടുപോകാൻ പറഞ്ഞു. അതുമാത്രമല്ല, ഡോറും തുറന്നു കൊടുത്തു. എന്നാൽ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് തുറന്ന് പോയിക്കോട്ടെ എന്ന്. പലർക്കും അറിഞ്ഞൂടെ ഭൂതം എങ്ങനെ പോകുന്നത്. ബൈബിൾ കൊണ്ട് തല്ലിയാലൊന്നും ഭൂതം പോവില്ല. കൃപയുള്ളവൻ ശാസിച്ച ഭൂതം പോകും. കൈകളടിച്ച് വിടുതലുണ്ട്, വിടുതലുണ്ട്, വിടുതലുണ്ട്. എന്ന് അഭിഷേകം പ്രാപിക്കുന്നുവോ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന ആത്മാവിൽ നിറയുന്നുവോ, അന്ന് ശുശ്രൂഷ തുടങ്ങുകയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. ഇവിടെ അന്യഭാഷ കിട്ടിയ വ്യക്തികൾ, അഭിഷേകം പ്രാപിച്ചവർ, അല്ലെങ്കിൽ ചിലർക്ക് അന്യഭാഷ കിട്ടത്തില്ല, ചിലർക്ക് വലിയ ശക്തി കിട്ടും. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. മേരി കോർ എന്ന കർത്താവിൽ പ്രസിദ്ധയായ ദൈവദാസിയുടെ ഭർത്താവിനെ എനിക്കറിയാം. അന്യഭാഷയില്ല, പക്ഷെ ഭൂതങ്ങളെ പുറത്താക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് കരുതി അതൊരു എക്സ്ക്യൂസ് അല്ല. അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. മണിക്കൂറുകൾ അന്യഭാഷയിൽ സംസാരിക്കണം. പുതിയ ഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കണം. നിന്റെ ശക്തിയെ നീ വർദ്ധിപ്പിക്കണം. മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കണം. അന്ധകാര ശക്തികൾ നിന്റെ ഭവനം വിട്ടു മാറും. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചാൽ അന്ന് മുതൽ വിടുതല. ഞാൻ ഒരാഴ്ച അവധിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ലീവിന് വന്നതാണ്. എൻ്റെ വീട്ടിൽ ഈ സൗഖ്യം നടന്നപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ചർച്ചുണ്ട്. ചർച്ചിലെ പാസ്റ്ററോട് എന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. MA വർഗീസ് പാസ്റ്റർ ചർച്ചിലൊരു മെമ്പറാണ്. എൻ്റെ വീട് ഈ ചർച്ചിൻ്റെ തൊട്ടടുത്താണ്. നിങ്ങളുടെ സ്നാനക്കടവിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇത്രാമത്തെ വീട്. അറിയാം. കാരണം അവരുടെ സഭയിലെ സ്നാനം നടന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് തുണി മാറാൻ ഒരു വീടില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഈ വീട് കേട്ട വലിയ സന്തോഷമായി. തുണി മാറാമല്ലോ, തുണി മാറാനൊരു വീടായി. സ്വോത്രം. ആ വീട്ടിലെ മോനാണോ? നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറയും ഇവിടെയല്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഇന്നലെ രാത്രി ഒരു അത്ഭുതം നടന്നു. ഞാൻ ഒരാഴ്ചത്തെ അവധിക്ക് വന്നാണ്. ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ഭൂതം 16 ഭൂതം വിട്ടുപോയി. അപ്പൻ സൗഖ്യമായി, സഹോദരിമാർ സൗഖ്യമായി, ഇന്ന് രാവിലെ ചേട്ടൻ സൗഖ്യമായി. പാസ്റ്റർ എന്ത് ചെയ്താലും വിശ്വസിക്കൂല. ഇല്ല, അത്ഭുതങ്ങൾ നിന്നുപോയി. പുള്ളി കുറേ ക്ലാസ് എനിക്ക് ഇങ്ങോട്ട് എടുത്തു. ഞാൻ പറയുന്നത് നടന്ന സംഭവമാണ്. നടക്കുകയില്ല. വഴക്കായി.
അതൊക്കെ നിന്നുപോയി അപ്പോസ്തലന്മാരുടെ കാലത്ത്. ഒരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ. അവസാനം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ കാണിച്ചു, അപ്പനെ കാണിച്ചു. പാസ്റ്റർ നിന്ന് കരഞ്ഞു. അത്ഭുതം ഉണ്ടോ? റോമാലേഖനം പഠിപ്പിക്കുകയാണ് പുള്ളി. പഠിപ്പിച്ച് പുള്ളിക്ക് തന്നെ വയ്യ. ആഴത്തിലോട്ട് പോയിട്ട് പുള്ളിനെ മുകളിലോട്ട് കയറ്റാൻ മേല, അതുപോലെ ആയിപ്പോയി. സമാഗമന കൂടാരത്തിന്റെ കുറ്റി പറിക്കുകയാണ് പുള്ളി ഇരുന്ന്. ആൾക്കാർക്ക് മുഴുവൻ ഉറക്കുക. പാസ്റ്ററിനെ എല്ലാവരും ഇങ്ങനെ വിളിക്കും, പാസ്റ്റർ ഇങ്ങോട്ട് വാ. എന്നെ ഇടയ്ക്ക് ചിലർ വിളിക്കാറുണ്ട്. പക്ഷെ ഇത്രയും പേരൊക്കെ ഉള്ളപ്പോൾ വിളിച്ച് അങ്ങനെ വരാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അങ്ങനെ ഒരു പാസ്റ്റർ ഞാൻ ആദ്യമായിട്ട് കണ്ടു. കാരണം എം എ വരീസ് പാസ്റ്റർ അല്ലാതെ വേറൊരു പാസ്റ്ററെ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയും പാസ്റ്റർമാരുണ്ടോ അന്നാണ് അറിഞ്ഞത്. ആ പാസ്റ്റർ, അപ്പം അന്ന് ഞാൻ ആ സഭായോഗത്തിന് ചെന്നു. എൻ്റെ വീട്ടിലാരും വന്നില്ല, കാരണം ഇത് ഏത് സഭയാണെന്നൊന്നും അറിയില്ല. ഞാനങ്ങനെ ചെന്നു. അന്ന് ആ പാസ്റ്റർ പറഞ്ഞു, അപ്പം ഞാൻ ആൾക്കൂട്ടത്തിൽ ഇരിക്കുകയാണ്. 100 പേരുള്ളൊരു സഭയാണ്. അദ്ദേഹം പറഞ്ഞു, വലിയ ദൈവദാസൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലായിടത്തും നോക്കി. ഭയങ്കര ദൈവദാസനാണ്, അത്ഭുതങ്ങൾ അടയാളങ്ങളും ഭയങ്കര ശുശ്രൂഷ. ഇന്ന് മുതൽ നാളെ മുതൽ നമ്മുടെ സഭയിൽ ഒരാഴ്ച ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ആൾക്കാരെ എല്ലാം വിളിക്കണം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ആരാ ദൈവദാസൻ? ദാ മൂലക്കിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ പുറകോട്ട് നോക്കി, ഇനി വേറെ വല്ലവരും അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ തന്നെ നമ്മുടെ ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള വീടാ, സ്നാനക്കടവിൽ. അപ്പം എനിക്ക് മനസ്സിലായി. ആൾക്കാർ നോക്കിയിരിക്കും. ഞാൻ ഓടി സ്റ്റേജിലോട്ട് ചെന്നിട്ട് പാസ്റ്റർ അടുത്തിരുന്നു. എൻ്റെ പൊന്നു പാസ്റ്റേ, ജനിച്ചിട്ട് ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഞാനൊരു ജോലിക്കാരനാണ്, അറിയാതെ ഭൂതം പുറത്തു പോയതാണ്. ഞാൻ അഭിഷേകം പ്രാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ദുഃഖലക്ഷ്യസി അല്ലാതെ വേറെ എനിക്കൊന്നും അറിയില്ല. പാഠം ഒന്നേ ദുഃഖലക്ഷ്യസിയ, വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പൊ പാസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, കണ്ടോ ഒരു താഴ്മയും വിനയവുമുള്ള ഒരു അഭിഷിക്തന്റെ ഞാൻ എൻ്റെ ഉള്ളിൽ നെഞ്ചത്തിടിക്കണ ദൈവമേ, ഈ മനുഷ്യൻ എന്നെ മനസ്സിലാകുന്നില്ല. ഒരാഴ്ച ഞാൻ എന്നാ പ്രസംഗിക്കാനാ? അദ്ദേഹം പറയാണ്, കണ്ടോ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കരുത്, എനിക്കൊന്നും അറിയില്ല. താഴ്മയുള്ളവരുടെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഞാൻ കാല് പിടിക്കണം, പാസ്റ്റർ പ്ലീസ്, സത്യമായിട്ട് അമ്മച്ചിയാണ്. അന്ന് സത്യം ചെയ്യരുതെന്നൊന്നും അറിഞ്ഞൂടാ. പറയാണ്, എവിടെ കേൾക്കുന്നു? പാസ്റ്റർ പറഞ്ഞു, ഈ ദൈവദാസൻ തന്നെ പ്രസംഗിക്കും. പിറ്റേ ദിവസം ഞാൻ ഒരു വീട്ടിലാണ് ഒരു പ്രാർത്ഥന ക്രമീകരിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇത് കണ്ണടച്ച് പിടിക്കുകയാണെങ്കിൽ ഞാനൊരു വാക്യമൊക്കെ വായിക്കാം. പുള്ളിക്കാരൻ്റെ ചേത്തക്ക് സ്കൂട്ടറിന് രാവിലെ വന്നു. വരാതിരിക്കാനൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചു. പക്ഷേ ഈ മനുഷ്യൻ വന്നു, കയറിക്കൊള്ളാൻ പറഞ്ഞു. ഒരു വീട്ടിൽ എന്നെ എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ വാ തുറന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് പ്രവചനമാണ് വരുന്നത്. അന്ന് തുടങ്ങി എൻ്റെ വാ കൂട്ടാൻ മേലെ, എനിക്ക് വായിൽ വചനം വരും. ഹല്ലേലൂയ. അതാണ് ശുശ്രൂഷ, അതാണ് അഭിഷേകം. നീ ആരുടെ കേട്ട് എഴുതിയെടുത്ത് പഠിക്കണ്ട, ആരുടെ CD കേട്ട് അതിൻ്റെ മോഡലും ആക്കണ്ട. എനിക്കിടയ്ക്കൊരു പിന്മാറ്റം ഉണ്ടായി. അന്ന് ഞാനത് ചെയ്തു. ഒരു ദൈവദാസൻ കായിൽ തുടങ്ങി കായിൽ അവസാനിപ്പിക്കുന്നു. മായിൽ തുടങ്ങിയാൽ മാ പ്രയോഗങ്ങളാണ്. അതായത് അത് ഞാൻ എന്നിട്ട് അപ്പം ഞാനും ഉണ്ടാക്കി. കാരണം അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഡിമാൻഡ്. 94, 96 കാലയളവിൽ വേഗം ഞാൻ വീട്ടിലിരുന്ന് എഴുതി. മണ്ണിൽ നിന്ന് മാനത്ത് കയറി കല്ലും മണ്ണും വാരിയെടുത്ത് മണ്ണിൽ കൊണ്ടുവന്ന് മനുഷ്യനെ കാണിച്ച് മതിമറന്ന് ആരാധിക്കുന്ന മനുഷ്യ. ആൾക്കാർ കോട്ടുവായി ഇടാൻ തുടങ്ങി. വല്ലവൻ്റെ ആണെന്ന് മനസ്സിലായി. ശൗലിൻ്റെ പടച്ചട്ട് ഊരി വെച്ചിട്ട് എൻ്റെ വിവരക്കേട് മുഴുവൻ പറയാൻ തുടങ്ങി. ആൾക്കാർ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. നമുക്കറിയാവുന്നത് പറഞ്ഞാൽ മതി, പക്ഷെ അവിടെ അഭിഷേകം വ്യാപരിക്കും. അഭിഷേകം വ്യാപരിക്കും. അഭിഷേകം മുഖത്തെ തകർക്കും. ഹല്ലേലൂയ. പക്ഷെ എന്തൊക്കെയാണ്, രണ്ടാം ദിവസം എനിക്ക് പേടിയായി. കാരണം ആകെ അറിയാവുന്നത് 23-ാം സങ്കീർത്തനമാണ്. അത് ആദ്യത്തെ ദിവസം പറഞ്ഞു തീർന്നു.
രണ്ടാം ദിവസം മുതൽ ചർച്ചിലാണ്, രാവിലെയും വൈകിട്ടാണ്. എന്ത് പ്രസംഗിക്കും? വാ വിസ്താരത്തിൽ തുറക്കാന്ന് പറഞ്ഞെങ്കിലും അതിനുള്ള ധൈര്യമായി തുടങ്ങിയില്ല. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ചു, പത്തനംതിട്ടയിൽ നിന്ന്, ബാംഗ്ലൂർ ചർച്ചിലെ മെമ്പറാണ്. എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. വേറെ ഒന്ന് വരുമോ? ഇടയ്ക്ക് കണ്ണടച്ചാൽ വെളിപ്പാട് കാണും. അതിന് എനിക്കൊരു ആശ്വാസം. പുള്ളിക്കാരനവിടെ കപ്പകളൊക്കെയാണ് പത്തനംതിട്ടയിൽ. ഭാര്യ നേഴ്സാണ്, പുള്ളിക്ക് ജോലിയില്ല. പുള്ളി ഇടയ്ക്ക് നാട്ടിൽ പോയി, എടോ താൻ പത്തനംതിട്ടയിൽ ഓടി വാ, നാളെ മുതൽ എൻ്റെ കൂടെ ഒന്ന് നിൽക്ക്, ഇവിടെ ഉപവാസം പ്രഖ്യാപിച്ചേക്കാണ്. ഞാനാ പ്രസംഗം. പുള്ളി ചിരിക്കുന്നു. താനോ? പുള്ളിക്ക് ചിന്തിക്കാൻ വരെ ഞാൻ പ്രസംഗിക്കുന്നു. പുള്ളി പറഞ്ഞു ഞാൻ വന്ന് സഹായിക്കാം. പുള്ളി അതിനേക്കാൾ കഷ്ടമാണ്. ആ മനുഷ്യൻ്റെ ഗതി പണ്ടത്തേക്കാൾ കഷ്ടമെന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ രണ്ടും കൂടി കയറി നിൽക്കുകയാണ്. രണ്ടാം ദിവസം കർത്താവ് എന്നാ പ്രസംഗിക്കും. അപ്പോഴാണ് ഒരു ചേച്ചിക്ക് ഒരു മുഴ. ഞാൻ പറഞ്ഞു തുടക്കം മുതൽ വചനം ഇന്ന് പ്രസംഗിക്കുന്നില്ല, രോഗശാന്തിയാണെന്ന് പറയും. വേറെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ എന്നാ പറയും? ആ ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നു, ഇത്തിരി എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. എണ്ണ ഉണ്ടാവില്ലെന്ന് കരുതിയാണ് പറഞ്ഞത്. പക്ഷേ ആ പാസ്റ്ററിൻ്റെ ഭാര്യ എണ്ണ കൊണ്ടുവന്നു കഷ്ടകാലത്തിന്. അപ്പോൾ പ്രാർത്ഥിക്കാതെ പറ്റുമോ? ആ ചേച്ചിയുടെ ഇവിടെയുള്ളൊരു മുഴയെ തൊട്ടു, അതങ്ങോട്ട് പോയി. അന്ന് ഉച്ചവരെ രക്ഷപ്പെട്ടു. കാരണം ആൾക്കാർ ആ സഭയിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ചേച്ചി റോസി എന്ന പേര്, എൻ്റെ മുഴ കാണാനില്ല, എൻ്റെ പേഴ്സ് കാണാനില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ മഴ. രസം അതല്ല, മുഴ കാണാനില്ലെന്ന് പറയുമ്പോൾ എനിക്കും വിഷമം. പാവപ്പെട്ട ചേച്ചിയുടെ മഴ പോയല്ലോ, എത്ര നാള് സൂക്ഷിച്ചുണ്ട്. അങ്ങനെയാണ് പുള്ളിക്കാരത്തേക്ക് വളരെ ആശ്വാസമായിരുന്നു. അതുപോലെ അപ്പം എനിക്കും വിഷമം. ഞങ്ങൾ ഓർക്കെടുത്ത് എങ്ങനെ നടന്നു? ഞാൻ എണ്ണ കൊണ്ട് അവിടെ താനാണോ തൊട്ടത്, ഞാനാണോ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറയണ് അതാ എണ്ണയുടെ ശക്തിയാണ്. ആ പാസ്റ്ററിൻ്റെ ഭാര്യ കൊണ്ടുവന്നപ്പോഴേ ഓർത്തു ആ മഴ പോകുമെന്ന്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ല. ഒരിക്കലും നമ്മളല്ല, അത് കർത്താവാണ്. പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ പിന്മാറ്റത്തിൽ പോയവർ പറഞ്ഞു അത് കർത്താവാണ്. ഓ, മീൻ നിറഞ്ഞു, 153 വലിയ മീൻ. അത് കർത്താവാ, അത് കർത്താവാ, അത് ഞാനല്ല. എണ്ണ പൂശിയത് ഞാനാണ്, മുഴയെ തൊട്ടത് ഞാനാണ്, സൗഖ്യമാക്കിയത് കർത്താവാണ്. കൈകളടിച്ച് കർത്താവ്. ഹല്ലേലൂയ. അന്ന് വൈകിട്ടായപ്പോൾ വേറൊരു സ്നേഹിതൻ ബാംഗ്ലൂർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച പുള്ളിനെ വിളിച്ചിരുന്നു. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് വന്നു. 3 പേരായി. 2-3 പേർ എൻ്റെ നാമത്തെ കൂടിയ കർത്താവുണ്ട്. ഈ ധൈര്യത്തിലാണ് പിന്നെ നിൽക്കുന്നത്. അപ്പം അങ്ങേര് പറഞ്ഞു എനിക്കൊരു പ്രസംഗം അറിയാം, വിശ്വാസം. അന്ന് അത് കാച്ചാൻ പറഞ്ഞു. അന്ന് രാത്രി പുള്ളി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു. അപ്പം ആ ചർച്ചിൽ 42 വർഷമായിട്ട് നടക്കാത്തൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. 3 വീലയിലാണ് വരുന്നത്. ഒരു 3 വീലുള്ള ഈ സൈക്കിൾ ഇങ്ങനെ ചവിട്ടും, ലോട്ടറി ടിക്കറ്റ് വിൽക്കും. 2 കാല് ജന്മനാ തളർന്നതാണ്. ഈ കൈ കൊണ്ട് കറക്കി ഈ കൈ നമ്മുടെ ആരെയും ഫാൻഡ്രത്തിൻ്റെയൊക്കെ കൈ പോലെ ഭയങ്കര കൈ. ഈ കൈയൊക്കെ തളർന്നതാണ്. ഈ മനുഷ്യൻ ഇഴഞ്ഞ ആ പുറയിലിരിപ്പുണ്ട്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് ആയിരിക്കുന്ന ചേട്ടൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. ആൾക്കാരിത് കാണാൻ നേരത്തെ വന്നിരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ സ്നാനപ്പെട്ട പുഴക്കടവിൽ പോയി 3 പേര് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ മറ്റേ ആൾ പോയി, പത്തനംതിട്ടക്കാരൻ പോയി. ഞങ്ങൾ 2 പേരോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എടോ ഇന്ന് വൈകിട്ട് നടക്കോ? അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു എൻ്റെ ആവേശത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ, നടന്നില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു നമുക്ക് തിരുവല്ലക്ക് വിട്ട് കളഞ്ഞാലോ? പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചിൽ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായി. പുള്ളിയോട് ദൈവാത്മാവ് പറഞ്ഞു ഇവന്മാർ 2 പേരും പുഴവക്കത്തിരിപ്പുണ്ട്, തിരുവല്ലക്ക് വിടാൻ പോവുകയാണ്, പോയി പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇങ്ങേര് വരിക. ഞാൻ വേറെ എന്താ എവിടെ പോകുന്നു? അല്ല നിങ്ങളിവിടെ ഇരിപ്പുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഞെട്ടിപ്പോയി. ഇന്ന് വൈകിട്ട് ഇവിടെ ഇല്ലല്ലേ, വിളിച്ച് പറഞ്ഞിട്ട് പോകാൻ പോയല്ലേ? ഇന്ന് വൈകിട്ട് അവിടെ നിൽക്കണമെന്ന് പറയാൻ ദൈവം വിട്ടതാണ്. കയ്യേക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അന്ന് വൈകിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക. പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തൊരു ദൈവപുരുഷൻ. അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ, എൻ്റെ ഇപ്പുറത്ത് മറ്റേ പുള്ളി തിരുവനന്തപുരംകാരൻ. ഞാൻ പറയടോ താനല്ലേ പറഞ്ഞത് ഇന്ന് വൈകിട്ട് ജയിക്കപ്പെട്ടിരിക്കുന്ന കാല് കണ്ടാൽ എൻ്റെ കാലും അതുപോലെ ആകുന്നു. പുള്ളി പറഞ്ഞു താനൊരു പണി, മൈക്കെടുത്തിട്ട് ജനങ്ങളെല്ലാം ഇങ്ങനെ തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് നിർത്ത്. ഞാൻ ജയിക്കപ്പേട്ടനെ പൊക്കി നോക്കാം.
ഞാൻ പറയും നല്ല കാര്യം. ഞാൻ പറയും ജനങ്ങളെല്ലാം വിശ്വസിച്ചോ? നിങ്ങൾ ഇതുവരെയും കാണാത്ത അത്ഭുതം കാണും. അപ്പം എല്ലാവരും കൂടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ജോണി എന്നിട്ട് പറഞ്ഞു, ജയിക്കപ്പേട്ട വെള്ളിയും പൊന്നും എനിക്കില്ല. അപ്പോൾ ജയിക്കപ്പേട്ടൻ ഇല്ലെന്ന് എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ രൂപം കണ്ടാൽ അറിയാം, ഒന്നുമില്ല, എനിക്കുള്ളത് തരുന്നു. അപ്പോൾ പുള്ളി അങ്ങനത്തെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്ക്. അങ്ങനെ എഴുന്നേപ്പിച്ചു. അപ്പോൾ ജോണി ചോദിക്കുകയാണ്, ഞാൻ വിട്ടോട്ടെ? വിട്ടോക്ക്. ജയിക്കപ്പേട്ടനെ വിട്ടു. 42 വർഷമായിട്ട് ഈ പുള്ളി വീണിട്ടില്ല. അന്ന് ആദ്യമായിട്ട് വീണു. ഠുന്ന് കേട്ടു. ആരാധന അവിടെ തീർന്നു. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ പറഞ്ഞു, ആരും നോക്കരുത്, അത്ഭുതം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഒന്നാമത്തെ അടയാളമാണ് ആ വീഴ്ച. എൻ്റെ ചങ്കിടിക്കാണ് ആ വീഴ്ച എൻ്റെ നെഞ്ചത്ത് കയറിയത്. രണ്ടാമത് ജോണി പൊക്കി, താഴെ വീണു. മൂന്നാമതും പൊക്കി. അപ്പം ഞാൻ ചെന്നു, അദ്ദേഹം താഴെ വീണു. സ്റ്റേജിലോട്ട് വന്നിരുന്നു. പാസ്റ്റർ ചോദിച്ചു, പ്രസംഗം വല്ലതുണ്ടോ? അതേ സ്വരം. ഞാൻ ജോണിയോട് ചോദിച്ചു, വല്ലതും ഉണ്ടോ? പുള്ളി എന്നോട്, തൻ്റെ വല്ലതും ഉണ്ടോ? ഇല്ല പാസ്റ്റർ, മീറ്റിംഗ് തുടങ്ങിയുള്ളൂ. ആശീർവാദം പറയാം. ആശീർവാദം പറഞ്ഞ് പാസ്റ്ററിന്റെ പാർസനേജ് അവിടെയാ. നേരെ കയറി കഥക് ടാക് ഒറ്റ അടക്ക്. ജനലക്ക് എല്ലാം കാത്തിരിക്കുന്ന ആൾക്കാരും ഈ ആൾക്കാരെല്ലാം പടിപടിയായിട്ട് പോയി. എന്നാൽ ഈ ജയിക്കപ്പേട്ടൻ്റെ ഭാര്യ എൽസി ചേച്ചി തിരുത്തൂരുകാരിയാ. ഈ മാറ് ക്യാൻസർ വന്ന് മുറിച്ചു കളഞ്ഞു. അകത്തോട്ടൊരു തിരിതെറുത്ത് പഴുപ്പെടുത്തിരുന്നപ്പോൾ സഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. മീറ്റിംഗ് കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ നിരാശയോടെ പോകുമ്പോൾ, ഞങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ജയിക്കപ്പേട്ട എന്ത് ചതിയാണ് കാണിച്ചത്? അപ്പം ജയിക്കപ്പേട്ടൻ എന്നോട്, നിങ്ങളെന്ത് ചതിയാണ് എന്നോട് കാണിച്ചത്? പുള്ളിക്കാരൻ തിരുമയായിരുന്നു. ഞാനവിടെ നിന്ന് കരഞ്ഞു. ആകെ എനിക്ക് അവസാനം അറിയാവുന്ന ഒരൊറ്റ പരിപാടി കരച്ചില്ല. ചെറുപ്പം മുതൽ പണ്ട് വീട്ടിൽ കരയുമായിരുന്നു, ഇപ്പോൾ കർത്താവിന് മുമ്പിൽ കരയും. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജയിക്കപ്പേട്ട കർത്താവ് ചെയ്യും. പക്ഷേ എൽസി ചേച്ചി, ഈ ജയിക്കപ്പേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, ജയിക്കപ്പേട്ട കർത്താവ് അത് ചെയ്യും. അന്ന് ഞങ്ങൾ ജയിക്കപ്പേട്ടനെ പതുക്കെ പിടിച്ചു പൊക്കി. ഒരു കൈ കൊണ്ട് ആ ജനലെ തൂങ്ങി പുള്ളി നിന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറയുമ്പോൾ ഒരു ശക്തി എൻ്റെ മേൽ വരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വിടാൻ പേടി. എന്നെ വിട്. ഞങ്ങൾ വിടത്തില്ല. കാരണം യോഗം കഴിഞ്ഞു, തല്ലാനുള്ളവർ വെളിയിൽ നിൽപ്പുണ്ട്, വിടൂല്ല. പുള്ളി പറഞ്ഞു, എന്നെ വിട്. പുള്ളി അന്ന് ആദ്യമായിട്ട് ഇങ്ങനെ നടന്നു, പെട്ടെന്ന് അങ്ങോട്ട് നടന്നു. പോയവരെല്ലാം തിരിച്ചു വന്നു. അന്ന് ആ മനുഷ്യൻ നടന്നു. അതിൻ്റെ അർത്ഥം ഒരാഴ്ച അവധിക്ക് അഭിഷേകം പ്രാപിച്ച് വന്നതാണ്. ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, കർത്താവേ ഒരിക്കലും മണ്ടത്തരത്തിൽ പോലും കൈവിടാത്തവനാണ് അങ്ങ്. സമയമായിട്ടില്ലെങ്കിലും അങ്ങ് ചെയ്യും. ഞങ്ങളെ കൈവിടില്ല. ഹല്ലേലൂയ. അവൻ നമ്മെ കൈവിടില്ല. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരുടെ അകത്തൊരു വിശ്വാസം തോന്നുന്നുണ്ട്? നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. നിങ്ങളിനി പരാജയപ്പെടാൻ വിചാരിച്ചാലും നടക്കുകയില്ല. കാരണം രണ്ടാമത്തെ ജനനം കൊണ്ട് നിങ്ങളൊരു വിജയമാണ്. ഒന്നാമത്തെ ജനനത്തിൽ നിങ്ങളൊരു പരാജയമായിരുന്നു. നിങ്ങൾ ആദാമിൻ്റെ സന്തതിയായിരുന്നു. രണ്ടാമത്തെ ജനനം നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സന്തതിയാണ്. നിങ്ങൾക്കിനി പരാജയപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട് പരാജയപ്പെടാൻ കഴിയില്ല? ദൈവത്തിന് ഒരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന് ഒരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ വീടൊരു പരാജയമാണ്, എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, പൗലോസും പത്രോസൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളെ നോക്ക്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ കുടുംബമൊന്നുമില്ല. നാളെ വരുന്നവൻ 8ാം ക്ലാസ്സാ. ഞാൻ പാർത്ത വീടിന് തീ വെക്കാൻ പോയതാ. അതിനു മുമ്പ് അവനെ ഞാൻ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞ് അവൻ കർത്താവിൻ്റെ വേലക്ക് 1 കൊല്ലത്തിനുള്ളിൽ ഇറങ്ങി. ഒരു ബോധവും ഒരു വെളിവില്ലായിരുന്നു. കുടിച്ച് വഴി കിടന്നവൻ.
ഇന്ന് കർത്താവിന് വേണ്ടി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു. ഞങ്ങളെ നോക്ക്, കർത്താവില്ലെങ്കിൽ ഞങ്ങളില്ല. പ്രശംസിക്കാൻ ഒന്നുമില്ല, ക്രൂശ് അല്ലാതെ ഒന്നുമില്ല. ഓ, കൈകളടിച്ച് കർത്താവ് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ.